ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു പൊന്മുടി യാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ അവിടെ എൻട്രൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 4:30-ക്ക് തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നേ. 8:30 തന്നെ ഞങ്ങൾ പൊന്മുടി എൻട്രൻസ് പോയിന്റിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് തന്നെ അവിടെ തിരക്ക് തുടങ്ങിയിരുന്നു കേട്ടോ. എങ്കിൽ പോലും ഞങ്ങൾക്ക് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടി. അങ്ങനെ പതുക്കെ ഞങ്ങൾ മുകളിലേക്കുള്ള യാത്ര തുടങ്ങി. പോകുന്ന വഴിയിലെല്ലാം ശരിക്കും കോട ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പോകുന്ന വഴിയിലെല്ലാവേ നമ്മൾ ബൈക്ക് റൈഡേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ നിർത്തിയിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. പോകുന്ന വഴി ത്രൂ ഔട്ട് അവരിങ്ങനെ നിൽപ്പുണ്ട് എല്ലായിടും. കാര്യം അത്രയും കോടയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ ഇറങ്ങാനായിട്ട് തോന്നും. അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തിച്ചേർന്നു കേട്ടോ. അവിടുത്തെയും അവസ്ഥ മറിച്ചൊന്നുമല്ല, ശരിക്കും കോടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷനുണ്ട്. അവിടെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി. നമുക്ക് ബാത്റൂമിലൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട് അവിടെ കേട്ടോ. അവിടെ പോയി എല്ലാവരും കുറച്ച് നേരം അവിടെ ഐസ്ക്രീമും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അവിടെ എല്ലാവരും അതൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം പതുക്കെ മുകളിലോട്ട് കയറി. അവിടുന്ന് വേഗം പോകാനൊരു കാര്യം, മൊത്തം അട്ടയായിരുന്നു കേട്ടോ. എനിക്കും കിട്ടിയ ഒരു അട്ടയുടെ കടി. പിന്നെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കെന്താ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ മലയാണ്. എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യാത്ത ടെൻഷനായിരുന്നു. പലരും പല വഴിക്കായിട്ട് കയറി തുടങ്ങി. കുറേ ദൂരമൊക്കെ കയറി കഴിഞ്ഞിട്ട് കുറച്ച് നേരം മലയുടെ മുകളിൽ തന്നെ ഞങ്ങൾ ഇരുന്നു. ഒരു ദിവസം നമുക്ക് മൊത്തം ട്രക്കിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളുണ്ട് അവിടെ. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ആ വൈബ്. മഞ്ഞും ആൾക്കാർ ആ പാർക്കിങ്ങിലുള്ള ഡാൻസും എല്ലാം അതുപോലെ തന്നെ അവിടെ ഉണ്ട്. കുറേയൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുഴഞ്ഞു, ഞാൻ മാറിയിരുന്നു. പിന്നെ എൻ്റെ കസിൻസും മോനും ഒക്കെ അവർ തന്നെ കയറി തുടങ്ങി കേട്ടോ. അപ്പം എൻ്റെ കൂടെ ഉമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഉമ്മക്ക് ഒരുപാടൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. അപ്പോഴത്തേക്ക് തന്നെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചിറങ്ങുന്ന വഴിക്കൊരു ചെറിയ കട കണ്ടു. അവിടുന്ന് ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. 4 ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞു. അവർ പതുക്കെ ഓരോന്ന് ഉണ്ടാക്കി തരുന്ന നേരത്തിന് ഇതിന് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു അരുവി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ പോയി അതൊക്കെ നിന്ന് കണ്ടു. അപ്പോൾ കൊണ്ട് മാങ്ങ ഇരിക്കുന്നത് ഞാൻ കണ്ടേ. അപ്പോൾ ആ ചേട്ടൻ്റെ എടുത്ത് കൊടുത്തു, മാങ്ങ ചെത്തിത്തരാനാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ മാങ്ങ ചെത്തി തരുന്നുണ്ടായിരുന്നു. ആ നേരത്തിന് അവിടെ പഴയകാല മുട്ടായികൾ ഇരിപ്പുണ്ടായിരുന്നേ. അതിൽ നിന്നെല്ലാം കപ്പലണ്ടി മുട്ടായി ഉണ്ടായിരുന്നു, മിച്ചർ മുട്ടായി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വാങ്ങി. ആ നേരത്തിന് ആ ചേട്ടന്മാർ ഓരോന്നായിട്ട് നമുക്ക് ബ്രെഡ് ഓംലെറ്റ് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓരോരുത്തരായിട്ട് അത് കഴിച്ചു തുടങ്ങി. നല്ല ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു കേട്ടോ. എങ്കിൽ പോലും നമ്മൾ ഈ മൂന്നാറിലൊക്കെ പോകുമ്പം അവിടെ കിട്ടുന്ന ബ്രെഡ് ഓംലെറ്റിൽ നിന്ന് വ്യത്യസ്തമാണിത്. അവിടുത്തെ ബ്രെഡ് ഓംലെറ്റാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ പതുക്കെ അതൊക്കെ കഴിച്ച് അവിടെ അപ്പോൾ വീണ്ടും ആ ചേട്ടൻ മാങ്ങ ചെത്തി ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് വാങ്ങി കഴിച്ചുകൊണ്ട് പതുക്കെ അവിടുന്ന് യാത്ര തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വർക്കല ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ പൊന്മുടി കണ്ട കാലാവസ്ഥയല്ല ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക്. ബീച്ചിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. പൊന്മുടിയിൽ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വർക്കല വന്നപ്പോഴത്തേക്ക് നല്ല വെയിലായി. അങ്ങനെ ഞങ്ങൾ പതുക്കെ കുറേ നടക്കാനുണ്ട്. കുറച്ച് നടന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ബീച്ച് നമ്മൾ കണ്ടു വരുമ്പോൾ ഉള്ളൊരു വൈബുണ്ട്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ഉണ്ടായി. അവിടുന്ന് പതുക്കെ താഴോട്ട് ബീച്ചിലോട്ട് നമ്മൾ ഇറങ്ങി നടന്നു. അവിടെ ആളൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ആ ഉച്ച സമയമായി ഞങ്ങൾ ചെന്നപ്പോൾ. അതുകൊണ്ടായിരിക്കണം ആൾക്കാർ ഒട്ടും തന്നെ ഇല്ലായിരുന്നേ. അവിടെ പണിയൊക്കെ നടക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ എല്ലാവരും പല സൈസിലെ ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട്. പലരും പല ഫ്ലേവറാണ് വാങ്ങിച്ചു കഴിച്ചത്. അതിനുശേഷം അവിടെ കുതിര സവാരി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് സിദ്ധാന് കുതിരയുടെ പുറത്ത് കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ അതിനകത്ത് കയറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് ചുറ്റി വരുന്നതിന് അവർ നമ്മുടെ കയ്യിൽ നിന്ന് 100 രൂപയാണ് വാങ്ങുന്നത്. അതിന് വർത്താണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അധികം അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത ശേഷം തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ കാപ്പിൽ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം ദൂരം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. അത്രയും ദൂരമൊന്നും നടന്നില്ല. കാര്യം ഉമ്മക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കല്ലൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് കുറേ നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട ശേഷം അവിടെ തൊട്ടടുത്തൊരു മോമോസിൻ്റെ കടയുണ്ടായിരുന്നു. അവിടുന്ന് സ്റ്റീംഡ് മോമോസും വാങ്ങിച്ചിട്ട് ഈ കടലിന് നേരെ ഓപ്പോസിറ്റായിട്ട് കായലിൻ്റെ കുറച്ച് തിട്ടയുണ്ട്. അപ്പോൾ അവിടെ പോയി ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ പോയി കുറേ നേരം ഇരുന്നു കേട്ടോ. അത് നല്ല അടിപൊളി വൈബാണ് അവിടെ ഇരിക്കാനായിട്ട്. കാറ്റൊക്കെ കൊണ്ട് കടൽക്കാറ്റൊക്കെ കൊണ്ട് കടൽക്കാറ്റും കായൽക്കാറ്റും ഒരേപോലെ നമുക്ക് അവിടെ ഇരുന്നാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കല്ലേ.